സിനിമാ നടനായില്ല, സീരിയലിലൊരു ചാൻസുമില്ല, ചാനൽ പ്രോഗ്രാമിൽ തല കാണിക്കാനോ ഭാഗ്യമില്ല. അപ്പം നമ്മുടെ ഷെഫ് പറഞ്ഞങ്ങേരുടെ കൂടെ പോയാ പിന്നെ USA കൊണ്ടുപോയി രക്ഷിക്കാം. ആ നാളും കാത്തു പണി ചെയ്യുകയാണ് നമ്മുടെ ബാച്ചിലേഴ്സ് കിച്ചന്റെ. സ്ഥലം മാറി, സെറ്റ് മാറി, നീ മാത്രം മാറിയില്ലേ? ഞാൻ പോവില്ല. നീ അമേരിക്കയിൽ പോവാന്ന് പറഞ്ഞല്ലേ? കൊണ്ടുപോന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലല്ലോ. ഷെഫാ പറ്റിച്ചാ? കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോന്ന് പറഞ്ഞ് ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നീ ഇങ്ങനെ ഈ കോലത്തിലാണ് എങ്ങനെ കൊണ്ടുപോകും? നീ കഴിഞ്ഞ പ്രാവശ്യം താടിയൊക്കെ എടുത്തില്ല അമേരിക്കയിൽ പോകാനായിട്ടാ? താടിയെ 6 മാസം മുമ്പേ ഞാൻ ക്ലീൻ ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിയതാ. അപ്പൊ പറഞ്ഞ് അടുത്ത വർഷം കൊണ്ടുപോകാന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ വിചാരിച്ചു, ഇനി ഷെഫായതിനു ശേഷം താടിയൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ ഇനി പഠിക്കുള്ളൂ. പക്ഷെ എന്ത് നീ സെറ്റ് ചെയ്താലും ഒരു കാര്യമില്ല, നിനക്ക് ഇവിടെ റോളില്ല. മിക്കവാറും ഈ താടി ലോകത്തെ ഏറ്റവും വലിയ താടിയാവാനാണ് സാധ്യത. അതൊന്നും എനിക്ക് കേക്കണ്ട. എടാ, ഈ സീസണിൽ പുതിയ ആൾക്കാരാണ്, തൽക്കാലത്തേക്ക് നിനക്ക് ഇവിടെ റോളില്ല. പക്ഷെ ഞാൻ വരും. നീ ഇനി വരണ്ട. നീ ആ ഷെഫിന്റെ അടുത്ത് പോയി ചോദിക്കും, അയാൾ വേറെ എന്തെങ്കിലും റോൾ വരും. ഞാൻ ഷെഫിനെ കൊണ്ടുവരും. എടാ പോടാ, ഇവിടെ പരിപാടി തുടങ്ങട്ട്. മനുഷ്യരെങ്ങനെയും കഷ്ടപ്പെട്ട് പരിപാടി ഒരുക്കൊണ്ടിരും. ഓക്കെ, തുടങ്ങാം. അപ്പോ ലോകമെമ്പാടുമുള്ള ഏഷ്യനെറ്റിന്റെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ DAC ആൻഡ് Persil. ഇത്തവണ ഓഡിഷനിലൂടെ നമ്മൾ 4 ബാച്ചിലേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ ഓഡിഷനിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവർക്ക് നന്നായിട്ട് കുക്കിംഗ് അറിയാം. TV-യിൽ കയറാൻ വേണ്ടി പറഞ്ഞ കള്ളമാണോ, യഥാർത്ഥത്തിൽ കുക്കിംഗ് അറിയാമോ എന്നൊക്കെ അറിയാൻ ഇനി നമുക്ക് തുടങ്ങിയേ മതിയാവുള്ളൂ. അപ്പോ ഇന്നത്തെ നമ്മുടെ ബാച്ചിലേഴ്സിനെ പരിചയപ്പെടാനുള്ള സമയമായി. ബാച്ചിലർ നമ്പർ 1, ലെറ്റ്സ് വെൽക്കം വിവേക്. വിവേക് വെൽക്കം. വെൽക്കം. വിവേക് നല്ല കുക്ക് മാത്രമല്ല, പാട്ടുകാരനാണ്, അസല് പാട്ടുകാരനാണ്. ഇടയ്ക്ക് പാട്ട് പാടുന്നില്ല നമുക്ക്? തീർച്ചയായും. പിന്നെന്താ, വിവേകിന്റെ പാട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വിവേക് ഒരിടത്ത് കയറി പാട്ട് പാടാൻ വേണ്ടി അടിവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോടും പറയണ്ട. അല്ല, അത് ഞാൻ ഇതാവുമ്പോ ആരും അറിയില്ല, ടിവിയിലല്ലേ കാണുന്നു. ശരി, ആരും അറിയില്ല. വിവേക് കുക്ക് ചെയ്യോ? പാടുന്ന എനിക്കറിയാം, കുക്ക് ചെയ്യോ? പിന്നെന്താ, നന്നായിട്ട് കുക്ക് ചെയ്യും. തീർച്ചയായും. എന്താണ് വീട്ടിൽ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റം? കുക്ക് ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ നൂഡിൽസ് ആണ് വീട്ടിലുണ്ടാക്കുന്ന ഐറ്റം. അതെ, നമ്മളെല്ലാരും ഉണ്ടാക്കാം. 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ? അല്ലല്ല, ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനം. വേറെ എന്താ ഐറ്റം ഉണ്ടാക്കും? വേറെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് പറഞ്ഞാല് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാല് ചായയാണ്. ചായ അതല്ല, അതൊരു വെറൈറ്റി സാധനമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഏതാണ്ട് എനിക്കൊരു ധാരണ കിട്ടി. ഇനി കുക്കിങ്ങിൽ കാണാം നമുക്ക്, കേട്ടോ? ഓക്കെ, ശരി. എന്തായാലും പൊസിഷനിൽ പോയി നിന്ന് അടുത്ത ആളിനെ വിളിക്കട്ടെ. നമുക്ക് വിവേകിനോടൊപ്പം റെഡ് ടീമിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ എത്തുന്നത് ലിഞ്ചു. ലെറ്റ്സ് വെൽക്കം ലിഞ്ചു. ലിഞ്ചു, നമസ്കാരം. ലിഞ്ചു വെറും ഒരു കുക്ക് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ അസാധ്യ നടനാണ്, അല്ലേ? അതെ. ലിഞ്ചു ഇപ്പൊ ശരിക്കും കുറെ ആൽബംസ് ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയ പ്രൊമോഷനിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്, അല്ലേ? ബാങ്കിൽ ഉദ്യോഗം വിട്ടതെന്തോ പറഞ്ഞു വിട്ടാണ്? അല്ല, പാഷന്റെ പുറകെ പോകാന്നുള്ള താല്പര്യത്തിന്റെ പുറത്ത് ആ പാഷന്റെ ഭാഗമായിട്ടാണോ കുക്കിംഗ് എടുത്തത്? അതെ, കുക്കിംഗ് ചെറുപ്പം താല്പര്യമുള്ളതാണ്. ചെറുപ്പം തൊട്ട് താല്പര്യമുള്ള. ചെറുപ്പം തൊട്ട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ്? ഞങ്ങൾ കോട്ടയംകാരാണ്. നമുക്ക് മീൻകറി ഉണ്ടാകും. കോട്ടയം സ്റ്റൈൽ നമ്മുടെ മുളകിട്ടതാണോ, മറ്റേ അടച്ചു വെച്ചിട്ട് തലേ ദിവസം വെച്ചിട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ചോറിനോട് കഴിക്കുന്നത്? കുക്കിംഗ് അറിയാവുന്ന ഒരാളെ കിട്ടിയെന്ന ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്. ബിഞ്ചു, ഓൾ ദി ബെസ്റ്റ്. തുടങ്ങാം നമുക്ക്. നിങ്ങളാണ് റെഡ് ടീം. വിവേകിനോടൊപ്പം ജോയിൻ ചെയ്തു. ഇവർക്ക് എതിരാളികളായിട്ട് എത്തുന്നത് നമ്മുടെ ബ്ലൂ ടീം. ബ്ലൂ ടീമിൽ ആദ്യം സ്വാഗതം ചെയ്യാം ലെനിൻ. ലെറ്റ്സ് വെൽക്കം ലെനിൻ. ലെനിൻ വെൽക്കം. ലെനിൻ കുടുംബം ഭയങ്കര ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായിരിക്കും, അല്ലെ? അതുകൊണ്ടാണ് ലെനിന്റെ പേരിട്ടുണ്ട്. അച്ഛൻ വളരെ വെറൈറ്റി അല്ലെങ്കിൽ സ്റ്റൈലിഷ് പേരൊക്കെ ഇടാൻ ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ കുടുംബത്തിൽ തന്നെ അങ്ങനെ സ്റ്റൈലിഷ് ഇംഗ്ലീഷ് ടൈപ്പ് പേരുകൾ. ഇംഗ്ലീഷിലല്ലോ, മറ്റേ റഷ്യൻ അല്ലേ? അതെ, ഇംഗ്ലീഷ് പോലെ തോന്നിക്കുന്ന പേര്. അത് ആരാണെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു, വെറുതെ അറിയാം. ആരാണ് ലെനിൻ? റഷ്യൻ വിപ്ലവകാരി. അതുവരെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ശരി, ഇന്നിവിടെ കുക്കിംഗ് എങ്ങനെയാണ് പരിപാടി? കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് തിന്നലും പരിപാടിയൊക്കെ കുക്കിംഗ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. അറിയാം, നമ്മളത്
കുറച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്യും. ഇതല്ലല്ലോ ഓഡിഷനിൽ പറഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യണ ആളാണെന്ന്. ആണ് ഭയങ്കര കുക്ക് ചെയ്യും. അത് നമ്മൾ കേറിയപ്പോൾ മാറി. ഡിഫറെന്റ് സ്റ്റൈലായിട്ട് നമ്മൾ ചെയ്യും. ഏതെങ്കിലും റഷ്യൻ ഡിഷ് കുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സോറി, ഞാൻ മലയാളി ആദ്യം dish? ഇന്ത്യൻ തന്നെ പഠിച്ചു വരുന്നുണ്ട്. എന്റെ ഇന്ത്യൻ മലയാളിയാണ്. അപ്പൊ ലെനിനെ ഇതൊരു വലിയ യാത്രയാവട്ടെ കേട്ടോ. ക്വസ്റ്റ്യനിലോട്ട് പോയി. വെൽക്കം ലെനിനോടൊപ്പം വരുന്ന ആൾ, അത് എടുത്തു പറയേണ്ട ഒരാളാണ്. നമുക്ക് എപ്പോൾ ഏത് ഷോ ചെയ്യുമ്പോഴും എന്തിനു നമ്മളൊരു സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ, പണ്ട് നമ്മളൊരു സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ദുബായിലുള്ള സ്റ്റേജ് ഷോകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ തിരിച്ചേണ്ട വാക്കുകൾ പറയുമ്പോൾ സ്റ്റേജിൽ കൂലിപ്പണി എടുക്കുന്ന ആളാണ്. ഇറങ്ങി അങ്ങ് നടന്ന് ആ സ്റ്റേജിനെ മുഴുവൻ ഇളക്കി മറിച്ച് എന്തിന് മലയാളികളുടെ മനസ്സിൽ ഇന്നും മാറാതെ നിൽക്കുന്ന നമ്മുടെ മണിച്ചേട്ടൻ, കലാഭവൻ മണി. മണിച്ചേട്ടൻ്റെ ശബ്ദം അതുപോലെ പാട്ടുകൾ അത് ഗംഭീരമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് ഇന്ന് ബ്ലൂ ടീമിൽ ലെനിനോടൊപ്പം എത്തിയിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം റെനൽ. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, ഏതോരു കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ്, അന്നല്ലേ പെണ്ണ് ചിരുത വേദനയോടെ പെറ്റവനെ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. വെൽക്കം വെൽക്കം വെൽക്കം. താങ്ക് യു. അത് ഈ ഒരു പാട്ട് പാടി തന്നെ വന്നത് വലിയ സന്തോഷം കേട്ടാ. ശരിക്കും താങ്ക് യു. മണിച്ചേട്ടനെ ഓർമ്മിച്ചുകൊണ്ട് എന്നെ കൊണ്ടുവന്നതിന് കേട്ടോ വളരെ സന്തോഷം. മനുഷ്യട്ടനെ ഓർക്കുമ്പോൾ ഇപ്പൊ എന്റെ കണ്ണു പറഞ്ഞു പാട്ട് പാടിയപ്പോ. അത് ഭയങ്കര, അത് ആരും പുള്ളിയുടെ കൂടെ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അതൊരു ഭയങ്കര പ്രശ്നം. അതുതന്നെ നമുക്ക് അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും ഒക്കെ അതേ ഒരു മിസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതെ, മണിച്ചേട്ടൻ്റെ പാട്ടറിയാന്നറിയാം, സ്റ്റേജിൽ അടിച്ചു പൊളിക്കുന്നറിയാം. മണിച്ചേട്ടൻ അസൽ കുക്കാണ്. ആ കുക്കിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും മണിച്ചേട്ടനെ പോലെ തന്നെയാണ്, കംപ്ലീറ്റ് മണിച്ചേട്ടനാണ്. എന്താ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യണവരല്ലേ? സാമ്പാർ 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 ചെയ്യും. സാമ്പാർ കുക്കിംഗ് തന്നെ വലിയ കുക്കാണ്. പിന്നെ അല്ലാതെ സാമ്പാർ, ബിരിയാണി. ബിരിയാണി. ലെനിനെ രക്ഷപ്പെട്ട്. വെൽക്കം വെൽക്കം റെനിലെ. അപ്പോൾ ഈ ഒരു യാത്ര ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3യുടെ യാത്രയിലേക്ക് റെനിലിനും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബ്ലൂ ടീമിലേക്ക് സ്വാഗതം. പ്ലീസ്. അങ്ങനെ ഇന്ന് നമ്മുടെ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3യുടെ പ്രധാനപ്പെട്ട വ്യക്തിയെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പോവാണ്. അദ്ദേഹമാണ് ഇന്ന് നിങ്ങളുടെ കുക്കിംഗ് തീരുമാനിക്കുന്നത്. എങ്ങനെ, എന്ത്, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വ്യക്തി, ദ മെന്റർ. ആൻഡ് ലെറ്റ്സ് വെൽക്കം ഷെഫ് സിനു. നീ പോയേ? ഞാൻ ഷെഫ് സിനുവിനെ വിളിച്ചേ. ഞാൻ പോവില്ല. പോയടാ. ഞാൻ പോവില്ല. നീ എന്തിനാ വിളിക്കണേ? ഷെഫ് സിനുവിനെ വിളിക്കണം. നീ എന്തിനാ വരുന്നേ? അസിസ്റ്റന്റ്. ഷെഫിന്റെ അസിസ്റ്റന്റ്. നീ ഇപ്പൊ അസിസ്റ്റന്റ്? ഞാൻ കഴിഞ്ഞ വർഷം എടാ, നീ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നീ എന്ത് പണിയാ ചെയ്യണേ? ഞാൻ ഷെഫിന് ക്ലീൻ ചെയ്ത് കൊടുക്കും, ഷെഫിന് കട്ടിങ്സ്, പിന്നെ ഷെഫിന്റെ അയൺ ചെയ്ത് കൊടുക്കും, പപ്പടം കാച്ചിങ്, ഡ്രസ് അയണിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഷൂ പോളിഷിങ് എല്ലാം ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് നീ എന്താ ഇങ്ങനെ സംസാരിക്കണേ? അല്ല, അമേരിക്ക പോകാനുള്ള പ്രാക്ടീസ് അങ്ങനെ. പക്ഷെ ഈ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അസിസ്റ്റന്റ് എന്നല്ല പറയുന്നത്, അടിമ എന്നാണ് പറയുന്നത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയണെന്ന് വെച്ചാൽ നിനക്ക് തൽക്കാലം ഇവിടെ പണിയില്ല, എനിക്ക് ഷെഫിനെയാണ് വേണ്ടത്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പാടാലോ. ഇവൻ നന്നായിട്ട് പാട്ട് പാടും, അത് നിങ്ങൾക്കറിയാലോ. അസലായിട്ട് പാട്ട് പാടുന്ന ആളാ. അപ്പൊ ശരി, ഇടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ വേണ്ടി വരാമല്ലോ. തീർച്ചയായിട്ടും. അതേ ഉള്ളൂ നിനക്ക് ഇവിടെ പണി, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. ബാക്കിയൊക്കെ ഷെഫിന് വേണ്ടി ചെയ്തു കൊടുത്താൽ നമുക്കിവിടെ വേണ്ട കേട്ടല്ലോ. നമുക്കിവിടെ വേറെ ആൾക്കാരുണ്ട്. നീ എന്നാ ഒരു പാട്ട് പഠിക്കും. പറഞ്ഞേ, പാട്. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. തീർച്ചയായും. മോഹങ്ങൾ ഒരുപാട് കൊഴിഞ്ഞുപോയി, ഇന്റർവ്യൂ പല ചാൻസും കഴിഞ്ഞുപോയി, ഞാനിന്നും ഗൾഫിലാണേട്ടാ, ഈ പാത്രം കഴുകി ഞാൻ ഇന്നീ നാട്ടിലാണേട്ടാ, ഈ മഫും തൂക്കി ഞാനിവിടെ കഴിയുകയാണേട്ടാ, മുളകരിഞ്ഞും പിഴിഞ്ഞും എൻ്റെ വിരല്, ഉള്ളിത്തൊലിച്ചും മുലിച്ചും എൻ്റെ കണ്ണ്, വഴക്കടിച്ചും തൊഴിച്ചും കിച്ചണില്, USA സ്വപ്നം എൻ്റെ കണ്ണില്, ഷെഫിന് വെറുതെ തട്ടിക്കളിക്കുന്ന കളിപ്പാട്ടം പോലെ, അമേരിക്ക പോണൊരു മോഹം കോഴിക്ക് അത് വരുന്നത് പോലെ. സത്യമാണോ കുഞ്ഞെ? നിന്നെ ആ ഷെഫ് പീഡിപ്പിക്കുകയാണോ? ഒന്ന് പറ, ഒന്ന് കൊണ്ടുപോകാൻ. എവിടെ ആ ക്രൂരനെ? ഷെഫ് സിനു എവിടെ? ഷെഫ് സിനു വരൂ പ്ലീസ്.
അതാരാന്നോ പറ്റിച്ചിട്ട് ഈ പാവപ്പെട്ടവനെ കൊണ്ട് വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തിട്ട് അതാരാണെന്നോ നിങ്ങളുടെ അസിസ്റ്റന്റ് ആണെന്ന് അയാൾ പറഞ്ഞത്. അസിസ്റ്റന്റോ? എപ്പോ? ഏത്? ആര്? നിസാം കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടായിരുന്നാണ്. നിങ്ങൾ അമേരിക്കയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരാളെ വീട്ടിൽ നിർത്തി ജോലി ചെയ്യിക്കുന്നുണ്ടോ? ആരാ നിങ്ങളുടെ ഷൂ പോളിഷ് ചെയ്ത് തരുന്നത്? ആരാ തുണി അലക്കുന്നത്? അത് വല്ല ചെറിയ ഹെൽപ്പിന് വല്ലോ. അതവൻ ഞാൻ കഴിഞ്ഞ വർഷം അവനോട് പറഞ്ഞത് നിർബന്ധിപ്പിച്ച ഞാൻ ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു, ഓക്കെ മേ ബി Maybe. ആ മേബിയിൽ അവൻ ആ വീട്ടിലെ എല്ലാ അടിമപ്പണിയും ചെയ്യുന്നില്ലേ? എന്നൊക്കെ പറഞ്ഞു. എന്തോ ചെറിയൊരു ഹെൽപ്പ്, അതിനപ്പുറം എന്തോ. അത് പോട്ടെ, നമുക്ക് നമ്മുടെ ഷോ ഹെൽപ്പോ? കൈത്താങ്ങെന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവനിട്ട് താങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഇനി മറ്റ് താമസിപ്പിക്കേണ്ടതാ. നിങ്ങൾ സെലക്ട് ചെയ്ത ആൾക്കാരല്ലേ ഇവർ രണ്ടുപേരും? അതെ ഇവരൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണോ? എന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. ആണ്, ഉറപ്പാണല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവേർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സിലിൽ. ഇനി എന്താണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ഐറ്റം? വളരെ ആസ് യൂഷ്വൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിഷ് കൊടുക്കാം ആദ്യത്തെ അല്ലേ? തുടങ്ങുമ്പോ കുറച്ച് സിമ്പിൾ ആയിട്ട് നല്ലൊരു ഡിഷ്. നമുക്കിന്നൊരു ഫ്രഞ്ച് ടോസ്റ്റ് ആയാലോ? ഫ്രഞ്ച് ടോസ്റ്റ് അല്ലേ? സൂപ്പർ, അടിപൊളി ഫ്രഞ്ച് ടോസ്റ്റ്. ഹാപ്പി അല്ലേ എല്ലാവരും? ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ നമ്മൾ വീട്ടിൽ ചുമ്മാ ഉണ്ടാക്കും അല്ലേ? വെറുതെ ബ്രെഡ് എടുത്ത് മറ്റേ ഇതിൽ മുക്കിയിട്ട് പൊരിച്ചാ പോരെ? ആണല്ലേ? അത് നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾക്കറിയാലോ അല്ലേ റെസിപ്പി കറക്റ്റ് ആയിട്ട് അറിയാലോ? വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് റെസിപ്പി ഒക്കെ അറിയാമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പേപ്പറും പേനയും ഇരിക്കുന്നുണ്ടോ? അത് എന്തിനാന്നാ വിചാരിച്ചത്? ലെനിൻ എന്ത് കഥ എഴുതാൻ പോകുന്നു? ആ പെന്നും പേപ്പറും എന്തിനാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കും ഷെഫേ. അല്ല, ഇതിപ്പോ നമ്മള് ഒരു ഡിഷിന്റെ പേര് പറഞ്ഞല്ലോ, അപ്പൊ അത് എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആ പേപ്പറിൽ എഴുതുക. നമ്മുടെ നിസാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ സാധനങ്ങൾ വാങ്ങിത്തരും. അവിടെയും പുള്ളി തന്നെ അല്ലേ ആ പണിയെടുക്കുന്നത്? ആയിക്കോട്ടെ, അതല്ലേ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾ ഐറ്റംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സിലിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സിൽ. ഇത് കണ്ടോ? ഇവരുടെ ലിസ്റ്റ് ആണ്, രണ്ടുപേരും തന്നേക്കുന്ന ലിസ്റ്റ്. അപ്പോ സാധനങ്ങളെല്ലാം കിട്ടിയില്ലേ? അതെ, എനിക്കൊരു ചെറിയ സംശയം. ഒന്ന്, ഫ്രഞ്ച് ബ്രെഡ് 45 എണ്ണം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ലിസ്റ്റ് ആണിത്. 45 ഫ്രഞ്ച് ബ്രെഡ് എന്തിനാണ്? 4 5 ആ ഓ കണ്ടില്ല നടുക്കില്ലേ? 4 5 എന്നല്ല, 45 എണ്ണം എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്ക് കേപ്പേ, 4 5 എണ്ണം എന്നാണ് എഴുതിയത്. ശരി പോട്ടെ, ഫ്രഞ്ച് ബ്രെഡ് എന്തിന്? ഫ്രഞ്ച് ടോസ്റ്റിൽ ഉണ്ടാക്കും നമ്മൾ. തൽക്കാലം ഈ ബ്രെഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? ശ്രമിക്കാം. അതുപോലെ എഗ് ബ്രാക്കറ്റിൽ അവൻ കോഴി എഴുതിയിരിക്കുന്നതിന്റെ കാര്യം. ഞങ്ങൾക്ക് കോഴിമുട്ട ഇഷ്ടം. അല്ലെങ്കിൽ താറാമുട്ട കൊണ്ടുവന്നാലോ എന്ന് പേടിച്ചിട്ടാണോ? വളരെ സ്പെസിഫൈഡ് ആണ് നിങ്ങളല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പഞ്ചസാര, ഓയിൽ, ഫ്രൈ പാൻ, കാർഡമം പൗഡർ. ഷെഫേ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നു. എന്ത് ഡീസന്റ് ആയിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. നമുക്ക് ബ്രെഡ്, എഗ്, മിൽക്ക്, ബട്ടർ, സിനമൺ, വാനില എസൻസ്, സോൾട്ട്, ഷുഗർ. നിങ്ങളുടെ ആവശ്യത്തിനോട് താഴെ എഴുതാൻ വരുന്നു. ഇത് പുള്ളി അവിടെ ചെന്ന് ഗണിച്ച് കണ്ടുപിടിക്കും എത്ര എണ്ണം വേണം എന്നുള്ളത്. ആവശ്യത്തിന് അത് കൈക്കണക്കാണ്, നമ്മുടെ കണക്കാണത്. നിങ്ങൾ കൈക്കണക്കാണ്. പിന്നെന്താ? ആ വാങ്ങിക്കാൻ പോയ ആളുടെയോ? അത് ആളൊരു കൈയും കണക്കും ഇല്ലാത്ത ആളാണ്. ഷെഫേ, ഫ്രഞ്ച് ടോസ്റ്റ് ഇപ്പൊ അവര് പറഞ്ഞല്ലോ ഫ്രഞ്ച് ബ്രെഡ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ നിയമമുണ്ടോ? ഇല്ല, ഫ്രഞ്ച് ടോസ്റ്റ് അങ്ങനെയൊന്നുമില്ല. ഈ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ബ്രിയോഷ്, റിച്ച് ആയിട്ടുള്ള ബ്രെഡ് എന്നുള്ളേ ഉള്ളൂ. ഫ്രാൻസിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും അല്ലേ? ഫ്രാൻസ് നമ്മളെല്ലാം ഫ്രഞ്ചിന് ചേർത്ത് പറയുന്നുള്ളൂ. അങ്ങനെയൊന്നും മാത്രമല്ല, ഫ്രാൻസിൽ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേര് വേറെയാണ്. അതിന് പൂവാ പെർദു എന്ന് പറയും. എന്നാ അവരങ്ങനെ വിളിച്ചോട്ടെ, നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് തന്നെ. അതുകൊണ്ടാണ് ഈ പൂവാന്ന് നമ്മൾ പെയിൻ ധൃതി ഉണ്ടെന്ന് പുള്ളി പറഞ്ഞതാണ്. ഈ പൂവാന്ന് പറയുന്നത് റിട്ടൺ ആസ് പെയിൻ, PAIN. അതാണ് ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്നത്. പൂവാ പെർദു. നമ്മുടെ നാട്ടിലൊക്കെ പോവാന്നാ പറയുന്നത്. അങ്ങനെ പോവാ. ഇങ്ങനെയാണ് പോവാൻ പറയുന്നത് കേട്ടോ. അപ്പോ നമുക്ക് എന്നാ കുക്കിംഗിലോട്ട് പോവാലോ? അപ്പോ ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കും. സാധനങ്ങൾ ചോദിച്ചെല്ലാം തന്നിട്ടുണ്ട്. ഫ്രഞ്ച് ബ്രെഡ് ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യണം. ക്ഷമിക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടിയെന്ന് തോന്നുന്നു. അതെ, നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ആ 2 പാൻ കണ്ടോ? ആ നോൺ സ്റ്റിക് പാൻ കണ്ടോ? അതെ, ഹോംമേഡാ. E-lag എന്നും പറഞ്ഞുകൊണ്ട് സ്വിസ് ടെക്നോളജി. ആ സ്വിസ് ടെക്നോളജി ഉള്ളത് കൊണ്ട് ഒട്ടിപ്പിടിക്കില്ല. ഡ്യൂറബിലിറ്റി ഭയങ്കരമാണ്. മാത്രമല്ല കഴുകുമ്പോൾ ഒരു ടെൻഷനേ വേണ്ട, കരിഞ്ഞു പോകുന്നുള്ള പേടിയില്ലാത്തൊരു സാധനം കേട്ടോ.
അപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടല്ലോ. നന്നായിട്ടൊക്കെ കുക്ക് ചെയ്യണം. തീർച്ചയായും ഇത്ര പേരുണ്ടാക്കുന്നത് ഷെഫ്. All the best. അപ്പൊ പോയി വാ നമ്മളപ്പോ ഉണ്ടാക്കി വരാം. ഇത് വെറൈറ്റീസ് ആണ്. അതെടുക്കണ്ട കേട്ടോ. ഇത് നീ ആദ്യം എടുത്തോ. ഇത് കൊണ്ടാ ബാക്കി ഞാൻ ചെയ്തു തരാം. ഇത് നോർമലായിട്ട് സൈഡ് മാത്രം കെട്ടി തരാൻ പറ്റുമോ? അത് തരാം. മുഴുവൻ കേട്ടോ. ഉറപ്പം. ഷെഫിന് ഷുഗറാണ് അത്ര. എന്തായി? അത് നമ്മുടെ ആഹാ. ഇതെന്താടാ? ഇലോൺ മസ്കിന് വേണ്ടിയാണോ പണിയെടുക്കുന്നത്? എക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ല ഇത് സ്പെഷ്യൽ സാധനമാണ്. നിങ്ങൾ അല്ല നോക്കിക്കോ. ഇതെന്താ ചേട്ടാ നിങ്ങള് മിഥുൻ ചേട്ടാ ഇത് നിങ്ങൾ ഇതല്ലേ കഴിച്ചിട്ടുള്ളൂ? അമേരിക്കൻ മെക്സിക്കൻ അങ്ങനത്തെ കഴിച്ചിട്ടുള്ളൂ? ഇത് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. അമേരിക്കയിലും അല്ല അല്ല മെക്സിക്കയിലും ഇത് വേറെ വെറൈറ്റി സാധനമാണ്. സംഭവം പറയാം. ഈ ഷെഫ് പറഞ്ഞ സാധനം തന്നെ അല്ലേ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? തുടങ്ങിയത് അങ്ങനെയാണ്. അവസാനിക്കുന്ന എവിടെ അതായത് പല രാജ്യത്തിന്റെ വെറൈറ്റി ടോസ്റ്റ്സ് അല്ലേ പറഞ്ഞത്. ഓ അതെ അതെ. ഇത് അതിലും വെറൈറ്റി ആയിട്ടുള്ള സാധനം. അതൊരു കുറച്ചും കൂടെ ഒരു ശരിയാണ്. ഡിഫറെന്റ്. തായ്ലൻഡിൽ പോയാൽ അവിടെ ഒരു ടോസ്റ്റ് ഉണ്ട്, പൂക്കറ്റ് ടോസ്റ്റ്. അതാണ് സാധനം. അതാണ്. പക്ഷെ അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അല്ല അത് ചേട്ടൻ കഴിക്കുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഞാൻ പൂക്കറ്റിൽ നിന്നാ കഴിച്ചത്. കോപ്പി അടിക്കാൻ വന്നത്. ഹലോ ഹലോ ഹലോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കാനല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അമ്മയത്തോട് പോയിട്ട് പരീക്ഷ ഇത്രയും നേരം കട്ട് ചെയ്ത് അവന്മാര് കട്ട് ചെയ്ത് കണ്ടപ്പോഴല്ലേ നിങ്ങൾ കട്ട് ചെയ്തത്? അല്ല ഇത് നമ്മുടെ സ്വന്തം ഓ നിങ്ങൾ അതിനേക്കാളും വേറെ രീതിയിലും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മള് പെട്ടെന്ന് ഉണ്ടാക്കാന്നുള്ളതല്ല നമ്മുടെ വിഷയം. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്. ഷെഫ് പഴയ ബ്രെഡ് എന്നാ പറഞ്ഞത്. ആ. പക്ഷെങ്കിൽ ഇത് പുതിയ ബ്രെഡാണ്. അത് പുതിയ ബ്രെഡാണ്. നമ്മൾ പുതിയ ബ്രെഡ്. ആ പുതിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഷെഫ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയിൽ വേണം. ഷെഫ് നേരത്തെ പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നേരം കുതിർത്തിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം പഴക്കം കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ഇത് പുതിയതാണെങ്കിൽ ഒരു ദിവസം കുതിർത്തിടാനല്ല, അതാവുമ്പോ ഈ കുതിർത്തിട്ടാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോന്ന് പറയായിരുന്നു. ഇത് കത്തിക്കുന്ന കേട്ടോ. ഇത് ഒരു ടാസ്ക് ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞു. ഒരു മണിച്ചേട്ടന്റെ ഒരു ഭക്ഷണ പാട്ട്. മണിച്ചേട്ടൻ കീഴിലും കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി അമ്മിമേലിട്ടേച്ച് നീട്ടിയരച്ചോളെ. അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി അമ്മിമേലിട്ടേച്ച് നീട്ടിയരച്ചോളെ. മഞ്ഞൾ കൊത്തമല്ലി അമ്മിയിലിട്ടേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിയരച്ചോലെ. സൂപ്പർ. അവന്റെ പാട്ടിനൊരു കൈയ്യടി കൊടുത്താലും വെൽ ഡൺ. കേട്ടാ കുക്കിംഗ് തുടങ്ങട്ടെ. അപ്പോ അവരുടെ കുക്കിംഗ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പക്ഷെ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൻ സീസൺ 3 പവർഡ് ബൈ DAC ആൻഡ് Persil. ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൻ സീസൺ 3 പവർഡ് ബൈ DAC ആൻഡ് Persil. ഷെഫ് റെഡി ഫോർ ടേസ്റ്റിംഗ്? ഷെഫ് ഇതെല്ലാം കണ്ടിട്ട് എന്ത് തോന്നി? എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തോ? എല്ലാരും കുറച്ച് കഷ്ടപ്പെട്ടു തോന്നുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഒരു സീരിയസ്നെസ് ആവാമായിരുന്നു. നോട്ട് റിയലി. സീരിയസ്നെസ് ഇല്ലെന്നാണോ പറയുന്നത്? അവര് ഇവനെ അടിച്ചു കൊല്ലാൻ നിൽക്കുന്നവരെ ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഫൈനൽ പ്രോഡക്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രമല്ല പ്ലേറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണല്ലോ. പിന്നെ വേറൊരു കാര്യം പറയാൻ നോക്കിയത്, ഞാൻ ഈ ആഹാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരിക്കലും ഒരു ക്ലീനിങ് ചെയ്തോ ഇല്ലയോ, ഒരു ഹൈജീൻ പാർട്ട് മിസ്സിംഗ് ആണോ? എക്സാക്ട്ലി. രണ്ടുപേരും കൈ ഉപയോഗിക്കുന്നത് കണ്ടല്ലോ. കൈയാണല്ലോ ഉപയോഗിക്കുന്നത്. കൈ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല അതിന് ശേഷവും നന്നായിട്ട് വാഷ് ചെയ്യണം. നേരെ പോയി ലൈഫ് എടുത്ത് വാഷ് ചെയ്ത് 100% ജേം പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ എല്ലാവരും അറിയാൻ ഒരു കാര്യം പറയട്ടെ. ലൈഫ് ബൈ ടോട്ടൽ 10 ഹാൻഡ് വാഷ് 100% ജേംസ് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സാധനമാണ്. പിന്നെ അതിലെ ആക്റ്റീവ് സിൽവർ ഫോർമുല വെറും 10 സെക്കൻഡിൽ ജേംസിനെ ഇല്ലാതാക്കും. പോരെ? അപ്പോ ഇനി ടേസ്റ്റിംഗ് ടൈം. റെഡ് ടീമിലോട്ട് വാ. അയ്യോ നിങ്ങൾ എക്സൈറ്റ് അല്ലേ ഉണ്ടാക്കിയത്? ഇതെന്ത് പറ്റി ഇങ്ങനെ? അല്ല ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംബോളിക്കൽ നിനക്കറിയാം പറയും. ഇത് ആക്ച്വലി ഒരു സിംബോളിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മളൊരു ദിവസത്തെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. നമ്മുടെ ഒരു ഒറ്റ ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചാൽ ഇത് 3 കഴിച്ച പോലെയാവും. ഇത് കഴിച്ചാൽ വേറൊന്നും കഴിക്കാൻ പറ്റില്ലെന്നാണ്. അങ്ങനെയല്ല, ഡയറ്റ് ചെയ്യുന്ന ആൾക്കും കൂടെ കഴിക്കാൻ. ഡയറ്റ് ചെയ്യുന്ന ആൾക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഡയറ്റ് ആയിരിക്കും. കാരണം പിന്നെ വയറ്റിലോട്ടൊന്നും കഴിക്കാൻ പറ്റാത്താവുമല്ലോ. പിന്നെ ഫുൾ ആയിരിക്കും വേറെ. അല്ല ഷെഫേ, ഞാൻ ആദ്യം വന്ന പലരും എക്സ് ഷെഫിന് കണ്ടിട്ട് എന്താ പറയാനുള്ളത്?
ഇല്ല, ഫുഡിനെ കുറിച്ച് നിൽക്കട്ടെ. ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഏരിയയുടെ ഒരു ഹൈജീൻ, ഒരു ക്ലെൻലിനെസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾ ടേബിൾ വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നേ ഇല്ല. സോ യു ഹാവ് ടു റിയലി ടേക്ക് കെയർ ഓഫ് ദാറ്റ് ഫ്രം നെക്സ്റ്റ് ടൈം. പറഞ്ഞില്ലേ? മനസ്സിലായ? നല്ലത് പറഞ്ഞല്ല. നീ ആദ്യം ഹൈജീൻ എന്ന് പറയുമ്പോൾ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സാധനങ്ങളൊന്നും ഇവിടെ കാണാൻ പാടില്ലെന്ന്. പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റ് ചെയ്ത ഡിഷ് മാത്രമേ കാണാൻ പാടുള്ളൂ. മനസ്സിലായി? ഓക്കെ. നെക്സ്റ്റ് ടൈം അങ്ങനെ അല്ലെങ്കിൽ പോയിന്റ് കുറയ്ക്കുന്നതാണ് ഷെഫ് പറഞ്ഞത്. ഞാൻ ഫുഡ് ടേസ്റ്റ് ചെയ്യില്ല. ടേസ്റ്റ് ചെയ്യില്ല. അതായത് ഞാൻ ഒറ്റയ്ക്ക് ടേസ്റ്റ് ചെയ്യണം. അപ്പോ ടേസ്റ്റിംഗ് ടൈം റെഡി? റെഡി. അല്ല ഇതല്ല അത്. ഇതെന്താ പിന്നെ? ഇത് ഇപ്പൊ ടേസ്റ്റ് ചെയ്യാനുള്ളതല്ല. പിന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ കഴിക്കാനുള്ളതാണ്. എന്താണോ നോക്ക്. കറക്റ്റ്. എടാ ബാക്കി വന്ന മുട്ടയെടുത്ത് ഓംലെറ്റ് അടിച്ചു നീ. ഞാൻ പറഞ്ഞില്ലേ ഉണ്ടോ? വിശക്കുന്നു. ആണോ? നന്നായി. എന്നാ എടുക്ക്, കഴിക്കട്ടെ. ഷെഫ് മാറ്റി വെച്ചു. അതെ, കത്തിയും കത്രികയൊക്കെ ഉണ്ട്. ഷെഫ് ട്രൈ ചെയ്യൂ. ഷെഫിന്റെ റിയാക്ഷൻ കണ്ടിട്ടൂടെ എനിക്ക് ട്രൈ ചെയ്യാൻ. അതുകൊണ്ടാണ്. ആ ഉണ്ടോ? നല്ല പൂ പോലത്തെ സാധനമാണ്. ഉണ്ടോ? നടപ്പിച്ചത് അടിപൊളി. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഷെഫ്സ് എല്ലാവരും ശരിക്കും മണപ്പിച്ച് നോക്കുന്നത്. അതെന്താ കാര്യം? നമ്മുടെ എല്ലാ സെൻസസും ഉപയോഗിച്ചല്ലേ ടേസ്റ്റ് ചെയ്യുന്നത്. ആണ്. നല്ല മണം ഉണ്ടോ എന്ന് അറിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ. അങ്ങനെയാണെങ്കിൽ കണ്ണ് പോയല്ലോ. ഇത് കാണുമ്പോൾ തന്നെ ആ കണ്ണ് പോയല്ലോ. അല്ല, അവർ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തു. ശരി, ഓക്കെ. ടേസ്റ്റ് ഒന്നും പറയാനില്ലെന്ന് അതിൻ്റെ അർത്ഥം. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. ആ മുഖത്ത് വരുന്നുണ്ടല്ലോ. നല്ല ടേസ്റ്റ് കണ്ടില്ല. ഈ ഫ്രഞ്ച് ടോസ്റ്റ് നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും കണ്ടുപഠിച്ചതാണോ, ഇത് നിങ്ങൾക്ക് മനസ്സിൽ തന്നെ തോന്നിയുണ്ടാക്കിയതാണോ? ഇത് ഒരിടത്ത് ഒരു കണ്ടുപിടിച്ചതായിട്ട് അതാ എനിക്ക് ചോദിച്ചത്. തോന്നുന്നില്ല. അഭിപ്രായവും കമന്റും അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് പിന്നീട് പറയാം അല്ലേ ഷെഫേ? എനിക്ക് പറയാനൊന്നുമില്ല, ബാക്കിയുള്ളത് എനിക്കൊരു സന്തോഷം. ഒന്നും പറയാനില്ല. നമ്മളിത് പറഞ്ഞിട്ട് നാണമൊന്നുമില്ല, എനിക്ക് ചിരിക്കുക. ആ ഷെഫ് പറയുമ്പോ ഷെഫ് പറഞ്ഞു തരുന്നത് പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ആണ്, തുടക്കമാണ്. ഇനി അങ്ങോട്ടുള്ളതിൽ അത് പഠിച്ച് നന്നാവണം. അതിന് വേണ്ടിട്ടാ പറയണേ. മനസ്സിലായോ? തീർച്ചയായിട്ടും പറയുമ്പോൾ നമ്മളത് നെക്സ്റ്റ് ആണ്. ഈ സാധനം കഴിക്കാനുള്ളതാണോ? കഴിക്കാം. കഴിക്കാം. തീർച്ചയായും. അതിന്റെ ഒരു കാര്യം കൂടി കഴിച്ചാലോ? അത് വെച്ചോ. ഇത് പറഞ്ഞില്ലേ, ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 ദിവസത്തേക്ക് ഒന്നും കഴിക്കണ്ട. കഴിക്കേണ്ടി വരില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളൂ. ചുണ്ട് കഴിക്കുന്ന പോലെ ഉണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ആയുള്ളൂ കേട്ടോ. 3 കഴിക്കണം, എന്നാലും വൈകുന്നേരം കഴിക്കാനുള്ളൂ. ഒന്നിലും നല്ല തല്ലിപ്പൊളി ഏതൊരു ഡിഷ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രൊഡക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഗാർണിഷിങ്, ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാക്കി ഞാൻ പൂവുണ്ടാക്കിയാൽ മാത്രം പോരാ. വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഒരു ഷെഫ് നമുക്ക് അപ്പുറത്തെ ടീമിൽ ഒരു പ്രതീക്ഷയുണ്ട്, അതിലേക്ക് പോവാം. എൻ്റെ അടുത്ത് ഞാൻ പല നില ഒഴിക്കണം. ഇവിടെയും ഷെഫ് പറഞ്ഞ കാര്യം ആദ്യം പറയണം. കണ്ടോ? ഒരു വൃത്തിയില്ല, എല്ലാം ഇങ്ങനെ കുളമാക്കി കിടക്കുന്നു. അവിടെ വൃത്തിയാക്കിയതാ. ഒരു ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൈജീൻ, അവരുടെ ക്ലീൻലിനെസ്, അതിലാണ് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഒരു വൃത്തിയില്ലാത്ത, അതെ, എല്ലാം തുറന്നുണ്ട്, എല്ലാം പകുതിയായിട്ട് തുറന്നു വെച്ചിരിക്കുന്നു. ഇനി ഈ കത്തിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് മോശമായിക്കാൻ എടുത്ത് കുത്താനാണ്? അല്ല, നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിലെ പറഞ്ഞത് ഒരു ഗ്രിൽ ചിക്കൻ ലുക്ക് ഉണ്ട്. ഗ്രിൽ ചിക്കൻ അല്ല, ശരിക്കും പറഞ്ഞാൽ അവരുണ്ടാക്കി വെച്ചതിന്റെ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ശരിക്കും ബട്ടർഫ്ലൈ അവർ ഉദ്ദേശിച്ചത് അല്ലേ? അതിന് രണ്ട് പോലെ തോന്നി അല്ലേ? ബട്ടർഫ്ലൈ ആണ് ഉദ്ദേശിച്ചത് അല്ലേ? അതെ അതെ, ഫ്രഞ്ച് ടോസ്റ്റ് ബട്ടർഫ്ലൈ. എനിക്ക് തോന്നിയത് ഫ്രഞ്ച് ടോസ്റ്റ് ബട്ടർഫ്ലൈ. കഴിക്കാറായോ? പിന്നെ അടുത്ത പ്രാവശ്യവും അല്ല, അടുത്ത പ്രാവശ്യം നമുക്ക് ബട്ടർഫ്ലൈ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ അല്ലേ ടേബിളെ കയറേണ്ടി വരും. ഷെഫ് കൈയാണോ കാലാണോ കഴിക്കാൻ പോകുന്നത്? ഇത് കഴിച്ചോന്റെ ചറ കറ്റി പോകും. ഷഡ്പദത്തിന്റെ ഒരു കാല് കഴിക്കാം. നല്ല കഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് മറച്ചു വെച്ചതായിരുന്നു ഞാൻ. നന്നായി. അത് തിരിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ആ കരിവ് കണ്ടില്ല. ഒരു ഉണ്ണിയപ്പത്തിന്റെ രുചി വരുന്നുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചതായിരുന്നു. ഫ്രഞ്ച് ടോസ്റ്റ് വരെ ഉണ്ണിയപ്പം ഉണ്ടാകുന്നു. ഫ്യൂഷൻ ഫ്രഞ്ച് ടോസ്റ്റ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ പറയുക? ഇവിടെ നമ്മൾ ജഡ്ജ്മെന്റിൽ കിട്ടുന്ന ഷെഫിന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താ പറയുക? പുതിയ ഐഡിയ. ഏറ്റവും മോശമായിരുന്നു മാത്രം പറഞ്ഞു. വാനില എസൻസ് തകർത്തൊഴിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാക്കിൽ ഇവിടെ കൊള്ളുന്നു. നമുക്ക് തന്ന ഇൻഗ്രീഡിയന്റ് മൊത്തം ഒഴിക്കാം. തന്ന ഇൻഗ്രീഡിയന്റ് മൊത്തം ഒഴിക്കണം. എനിക്കൊരാളുടെ ആഗ്രഹം ആവശ്യമില്ല. അല്ലെങ്കിൽ വേസ്റ്റ് ആവില്ലേ? നമ്മുടെ ആ കോസ്റ്റ് കൺട്രോളിൽ അതല്ല വേസ്റ്റേജ് ആണ് നമ്മുടെ വയറ്റി കിടക്കുന്നത്. അല്ലല്ല പേടിക്കണ്ട. കോർപ്പറേറ്റ് ഷെഫ് പറഞ്ഞു എന്നോട് ഫുള്ള് സാധനം ചോദിക്കാം.
വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. നില ഉണ്ടാക്കരുത്. അതെ, ഇനിയെങ്കിലും മറ്റുള്ളവരെയും കൂടി ഓർത്തുണ്ടാക്കുക കേട്ടോ. അവസാനം ഒരു സാധനം കാണിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആയിട്ട്, അതിപ്പോ ട്രെൻഡ്. അതൊക്കെ കാണിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവമാണെന്നുള്ളത്. ആ ഉപ്പും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞത് ചെയ്യേണ്ടത്. അപ്പോ ഷെഫ് വരൂ. ഇനി നമുക്കറിയേണ്ടത് രണ്ടുപേരിൽ ആരാണ് ഈ റൗണ്ടിൽ വിജയിച്ചത് എന്നറിയണം. അല്ലേ അല്ലേ? അതെ അതെ, അറിയാം, നമുക്കറിയാം. നമ്മൾ തന്നെ അന്ന് സംശയമൊന്നുമില്ലല്ലോ. ആണ്, നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളാണ് ജയിച്ചത്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളാണ് ജയിച്ചത്. ജനങ്ങൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ കണ്ടിട്ട്. ടേസ്റ്റിന്റെ കാര്യത്തിൽ നമുക്കും ഒരു തീരുമാനമുണ്ട്. പക്ഷെ ആ തീരുമാനം അറിയുന്നത് ഇന്നല്ല, അടുത്ത എപ്പിസോഡ്. അപ്പോ വിൽ ബി ബാക്ക് വിത്ത് ജഡ്ജ്മെന്റ്. മാത്രമല്ല ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരാൻ ഷെഫ് സിനു is going to cook for us as well. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് അടുത്ത എപ്പിസോഡിൽ. വിൽ ബി ബാക്ക് with Asianet Bachelor's Kitchen Season 3 powered by DAC and Persil. അടുത്ത എപ്പിസോഡിൽ കാണും വരെ take care and bye everyone.